കൊള്ളാം. കണ്ണാടിക്ക് മുന്നിലെ പ്രഹസനം കഴിഞ്ഞെങ്കിൽ മെയിൻ പരിപാടിയിലോട്ട് കിടക്കാം. ഉള്ളത് ചോറും പയറുകറിയും കടുമാങ്ങയും അവിയലും. എൻ്റെ അമ്മ പയറ് തോരൻ വെക്കുമ്പം പയറുകറി ഉണ്ടാക്കും. നമ്മുടെ വൻപയർ വെച്ചിട്ട് കിടലൻ ടേസ്റ്റാണ്. ഇങ്ങനെയൊക്കെയാണ് നാട് മിസ്സാകാതിരിക്കുന്നത്. മിസ് ചെയ്യുന്നുണ്ട്, ബട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് സമാധാനം കിട്ടുന്നത് ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോഴാണ്. നിങ്ങൾ കണ്ടില്ലേ എൻ്റെ പുതിയ ഷൂ ഞാൻ കാണിക്കുന്നത്? അപ്പോൾ ഇന്നത്തെ കലാപരിപാടി മൗൾ പാർക്ക് എന്നൊരു പാർക്കിൽ പോവാണ്. എനിക്കതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് അറിഞ്ഞൂടാ, എന്നാലും അങ്ങോട്ട് ഇരിക്കട്ടെ. കാവടി തുള്ളിയാണ് ഈ പാർക്ക് കാണാൻ ഞാൻ പോയത്. ഞാൻ മാത്രമല്ല, കൂട്ടത്തിൽ എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഈ പൂ കണ്ടപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിക്ക് തോട്ടിൽ ഇതുപോലൊരു പൂവുണ്ടാവും. ഇതൊരു ജാപ്പനീസ് ടൈപ്പ് ഓഫ് ചെറി ബ്ലോസം പൂവാണ്. പക്ഷേ ഇതിൻ്റെ പേര് വായിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ, അത്രയ്ക്ക് പാടാം. അപ്പോൾ ഈ പൂവുള്ളത് മുന്നമേ പറഞ്ഞ പാർക്കിലാണ്. ആ പാർക്കിൽ അകത്തോട്ട് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. പക്ഷേ ഒറ്റ സൈഡിൽ മാത്രമേ ഉള്ളൂ. നിറച്ച ആൾക്കാരാണ്. ഫോട്ടോ എടുക്കാനൊക്കെ ഇച്ചിരി പാടാണ്. പോകുന്നവർ നേരത്തെ പോകണം. ലൈറ്റ് ഉള്ളപ്പോഴേ നല്ല ഫോട്ടോ കിട്ടത്തുള്ളൂ. ഇതിൻ്റെ എൻഡിലൊരു ബ്രിഡ്ജും ഉണ്ട്. അതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ അവരെ കൊണ്ട് കുറച്ച് വീഡിയോ എടുപ്പിച്ചതാണ്. മൈൻഡ് ആക്കണ്ട. അനീഷ് കാര്യമായി ട്രെയിനിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. നേരെ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പാർക്കിലോട്ട് പോയി. അവിടെ ആൾക്കാർ ഗ്രില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ ഊഞ്ഞാലാടിയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബായ്.